ആർ സി ബിയുടെ ഫീസൂരി രാജസ്ഥാൻ. ഏത് ആർ സി ബി? എവിടുത്തെ ആർ സി ബി? ആർ സി ബിനൊക്കെ തട്ടി. ആര് തട്ടി? വൈഭവ് സൂര്യവംശി തട്ടി. സോ എനിക്ക് തോന്നുന്നു ഈ രാജസ്ഥാന്റെ മെയിൻ പണി വലിയ വലിയ ടീംസ് ഇല്ലേ, CSK, മുംബൈ, ആർ സി ബി, ഇവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഊക്കി വിടുക. അതാണ് നടക്കുന്നത്. സഞ്ജു സാംസൺ പോയതോടുകൂടി ആർ സി ബി നന്നായി, നമ്മൾ പെടുകയും ചെയ്തു. എടേ, ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അതായത് ആർ സി ബിയുടെ ബാറ്റിങ്ങിനെ പറ്റിയിട്ട്, അവരുടെ മെന്റാലിറ്റിയെ പറ്റിയിട്ട്. ഞാൻ വിചാരിച്ചു മേ ബി വൈഭവ് സൂര്യവംശിയും അതേപോലെ തന്നെ ജയ്സ്വാളും കൂടിയിട്ട് ആദ്യത്തെ അവരൊരു ഫയർ ക്രാക്കിംഗ് ഷോ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന്. എടാ, ചെറുക്കൻ മിനി ബോംബ് ഒന്നും അല്ല, ആട്ടം ബോംബ്. സോ വൈഭവ് സൂര്യവംശിക്ക് ബോളേഴ്സ് ബോൾ ചെയ്യുമ്പോൾ എന്തിനു ടെൻഷൻ അടിക്കണം? നിങ്ങൾ എങ്ങനെ ഇട്ടാലും ആ ചെക്ക പൂശി വിടും. ബുംറ, ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, എടാ ചെറുക്ക, അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളേഴ്സ് ആണ്. കുറച്ച് റെസ്പെക്ട് കൊടുക്ക്. ചെക്കൻ വീഡിയോ ഗെയിമിൽ ബിഗിനർ മോഡ് ഇട്ട് അടിക്കുന്ന പോലെ അടിക്കണേ. ഏത് കളിയാണ് ചെറുക്കൻ അടിക്കാതിരിക്കുന്നത്? ഈ ചെക്കനെ എത്രയും പെട്ടെന്ന് ഔട്ടാക്കിയോ രാജസ്ഥാനെ പൊട്ടിക്കാം. ആ ചെക്കനെ ഔട്ടാക്കിയില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. 6 ഓവർ 97. ഞാൻ പോയി നോക്കുന്ന സമയത്ത് 200 ചേസ് ചെയ്യുന്ന സമയത്ത് റൺ റേറ്റ് റിക്വയർഡ് 6, 73 ബോളിൽ 73 റൺ. ഏജാതി അടി. ചെക്കന് 15 വയസ്സൊന്നല്ല, അതെന്തോ നുണയാണ്. 15 വയസ്സൊന്നല്ല, 15 വയസ്സുള്ള ചെക്കൻ ഇജാതി പേട്ടാട്ടി അടിക്കുക. ആർ സി ബിനൊക്കെ അടിച്ച് തൂറ്റിച്ച്. ഹേസൽവുഡ് എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളറാണ്, അടുപ്പിച്ച് 4 4. ഒരു കാലഘട്ടം ഉണ്ട്, ഇനി വരാൻ പോകുന്ന കാലഘട്ടം എങ്ങനെ വെച്ചാൽ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടി ആൾക്കാർ കളി കാണും. ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് പോണ്. ഏജാതി പ്ലെയർ, ഹാറ്റ്സ് ഓഫ് ടു യു. പിന്നീട് അങ്ങട് ഇതൊരു ത്രില്ലർ സിനിമ പോലെ. ജയ്സ്വാൾ ഔട്ട്, സൂര്യവംശി ഔട്ട് ആയപ്പോഴേക്കും ഇറക്കി വിട്ടിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് ടീമിത്തെ വാഴ. രാജസ്ഥാൻ റോയൽസിൽ ഒരേ ഒരു വാഴയേ ഉള്ളൂ, ഹെറ്റ് മയർ. അറിഞ്ഞിട്ട പേരാണ്, ഹെറ്റ് മയർ. സിമ്പിളായി ക്യാച്ച് കൊടുത്ത് പോയിരിക്കുന്നു. എനിക്കിവിടെ വെസ്റ്റ് ഇൻഡീസ് ടീമിത്തെ ദുരന്തരാണെന്ന് തോന്നുന്നു. ഇത് ഇന്നത്തെ കളി മാത്രമല്ല, എന്തിനാണ് ഇവനൊക്കെ റീറ്റെയിൻ ചെയ്യിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ക്യാച്ച് കൊടുത്ത ക്യാച്ച് പിടിക്കൂല. പിന്നീട് അങ്ങനെ കളി മാറി. ഒരു സൈഡിൽ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ ധ്രുവ് ജുറലിന്റെ കളി, ദാറ്റ് വാസ് എൻ ആങ്കറിംഗ് നോക്ക്. ആങ്കറിംഗ് നോക്കാണെങ്കിലും ഓൾമോസ്റ്റ് 200 ഉണ്ട് സ്ട്രൈക്ക് റേറ്റ് ആൾക്ക്. ആള് നിന്നുകൊണ്ടാണ് കളി ജയിച്ച്. വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സ് എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നോ അത്ര ഇമ്പോർട്ടന്റ് തന്നെ ആയിരുന്നു ധ്രുവ് ജുറലിന്റെ ഇന്നിങ്സും. കിട്ടു ആളുടെ ഷോർട്ട് സെലക്ഷനും എനിക്ക് ആളുടെ സ്റ്റാൻസിന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ആളുടെ കളി കാണാൻ. സോ ആർ സി ബി ഞാൻ തോറ്റു എന്നൊന്നും പറയില്ല. ആർ സി ബി ഊക്കി വിടാനും പോകുന്നില്ല. ബിക്കോസ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഫൈറ്റ്. 125-7 ആ ഒരു സിറ്റുവേഷനിൽ ആർ സി ബി കയറി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 200 അടിച്ചെന്ന് വെച്ചാൽ നമ്മളെ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ആർ സി ബിയുടെ അടുത്തൊരു ദേഷ്യമില്ല. ആർ സി ബിയുടെ ഫാൻസ് കുറെ അലവലാദികളുണ്ട്, നമ്മളെ കുറെ ടൂക്കുണ്ട്. അതന്നെയാണ് ഞാൻ വിചാരിച്ച്. ഇനിയിപ്പോ ആർ സി ബി 1-2 കളിയും കൂടി തോക്കുക, ചെന്നൈ ഒരു 2 കളി ജയിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരേ സ്ഥലത്ത് ഏറ്റുമുട്ടാം. നിങ്ങൾ അടിവാരത്തിലോട്ട് വരണം. നമുക്ക് നിങ്ങളെ അവിടെയാണ് കിട്ടേണ്ടത്. ഇപ്പൊ മുംബൈ കണ്ടില്ലേ, നമ്മുടെ ഒപ്പം ഉണ്ട്. കൊൽക്കത്ത നമ്മുടെ ഒപ്പം ഉണ്ട്. നിങ്ങളും കൂടി വരണം. ഈ കപ്പ് അടിച്ചവരൊക്കെ ഒരേ സ്ഥലത്ത് വരണം. ഗുജറാത്ത് വരണം. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും ഈ സീസണത്തെ വിന്നേഴ്സ്. സ്ക്വാഡ് വൈസ് ഞാൻ പറയാന്ന് വെച്ചാൽ ഈ IPL ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡ് പേപ്പറിൽ ബാംഗ്ലൂരിനാണ്. കിട്ടു സ്ക്വാഡാണ് അവർക്കുള്ളത്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ എക്സിക്യൂഷൻ, ദാറ്റ്സ് രാജസ്ഥാൻ റോയൽസ്. ആൻഡ് ദിസ് വാസ് എ കിട്ടു മാച്ച്. ആർ സി ബി എന്താണ് ഉദ്ദേശം? നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. 2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ചട്ടപ്പട്ടെ എന്ന് 10 എണ്ണം പോണ നിങ്ങൾ എന്തോന്നടേ ഇത്. 125-ല് 7 പറഞ്ഞപ്പോ ഞാൻ കളി കാണാൻ വന്നാണ്. ആർ സി ബി പൊട്ടുമല്ലോ പറഞ്ഞിട്ട് 201. എന്തോന്നിത് 20 ഓവറിൽ? നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്താ പറ്റിയത് നിങ്ങൾക്ക്? വളരെ മോശം. നിങ്ങളുടെ നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. ആ 49 ഓൾ ഔട്ട് ആവുക, 50 ഓൾ ഔട്ട് ആവുക. യജാതി ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ക്യാപ്റ്റൻ രജത് പട്ടിദാർ, മാൻ നിങ്ങളാണ് ക്യാപ്റ്റൻ. നമ്മളവിടെ എടുത്തിട്ടുണ്ട് 200-250 ചേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ 5 ബോളിൽ മുട്ടിയിട്ട് ഡക്കിൽ പോവും. 7 എണ്ണം പോയ സമയത്ത് അണ്ണൻ എത്ര, എനിക്ക് തോന്നുന്നു എന്താണ് 15 ബോൾ 14 റൺ അങ്ങനെ എന്തോ ആയിരുന്നു. ബീസ്റ്റ് മോഡ് ഓൺ. ഏജാതി അട്ടി. കണ്ണിക്കണ്ടവനെയും വന്നവനെയും പോയവനെയും ഒക്കെ അട്ടി. ആൻഡ് ഇവരുടെ മെന്റാലിറ്റിയാണ് എനിക്ക് ഇഷ്ടമായത്. 125-ൽ 7 എണ്ണം എന്തോ പോയിണ്ടായിരുന്നു. 7-6 പോയ സമയത്താണ് റൊമാരിയോ ഷെപ്പേർഡ് വരുന്നത്.
അണ്ണ ഫസ്റ്റ് ബോൾ 6. ബാക്കിയുള്ളവരാണ് വെച്ചാൽ ഒരു ആങ്കറിങ് നോക്ക് കളിക്കുക, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. എന്ത് പാർട്ട്ണർഷിപ്പ്? എവിടുത്തെ പാട്ട്? ഞങ്ങൾക്ക് അറിയണ പറ്റി 6 അടിക്കുക, ഇത് തന്നെ. റൊമാരിയോ ഷെപ്പേർഡ് അടിച്ചടിച്ച് കയറ്റിയ സമയത്ത് പിന്നെ പട്ടിതാര് തുടങ്ങി. ബിഷ്ണോയ്ക്ക് കിട്ടി, പിസയ്ക്ക് കിട്ടി, ഏതോ മറ്റേ ബ്രിജേഷ് ശർമ്മ പറഞ്ഞ പയ്യൻ 2 വിക്കറ്റ് എടുത്ത് ഫോമിലൊക്കെ അവന് കിട്ടി, സന്ദീപ് ശർമ്മയ്ക്ക് കിട്ടി. ആൻഡ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇവര് വെങ്കടേഷ് അയ്യരെ കൊണ്ടുവന്നു. ഞാൻ എന്തിനിപ്പോ ഇവനെ കൊണ്ടുവരുന്നത്? 8 ബോളിൽ 7 റണ്ണ. ഭുവനേശ്വർ കുമാറിന് ഇവനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. അവസാന ഓവറിൽ അണ്ണന്റെ പൂണ്ട് വളയാട്ടം.